ഈ അയ്യപ്പൻ്റെ കഥ പറയുമ്പോൾ AD 1100 കാലഘട്ടമാണ്. ശരിക്കും നമ്മുടെ കേരള ചരിത്രത്തിൽ അതൊരു ഇരുണ്ട കാലഘട്ടമാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയൻ അല്ലെങ്കിൽ ഒരു കാട്ടുവാസിയാണ്. അപ്പോൾ ഇതില് എന്തുമാത്രം ഫാക്ട്സ് ഉണ്ട്, എന്തുമാത്രം ഫിക്ഷൻ ഉണ്ട്? അയ്യപ്പൻ എന്ന് പറയുന്ന മലയാള വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കാന്തമല ചരിത്രത്തിൽ ഞാൻ പറയുന്നത്. ഈ ശബരിമലയിൽ ശരണം വിളിക്കുന്നതിൽ നെയ്യഭിഷേക പ്രിയനെ, പാലഭിഷേക പ്രിയനെ, തേനഭിഷേക പ്രിയനെ എന്ന് പറയും. ഈ തേനഭിഷേകം എന്ന് പറയുന്നത് മലയാള വിഭാഗം അവരുടേതായിട്ടുള്ള ഒരു പൂജാ രീതിയാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അയ്യനായും അപ്പനായിട്ടും സമൂഹത്തിനെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കാനും ഒരു അധികാരമുള്ള ഒരാൾ, ഒരു സൈന്യാധിപൻ പോലെ. ഈ പറയുന്ന പോലെ 16 വർഷം, അദ്ദേഹം 16 വർഷക്കാലമാണ് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. ഈ 16 വർഷം ഈ 2000 വർഷം നീണ്ടു നിന്ന ഒരു ഈജിപ്ഷ്യൻ മതവിശ്വാസത്തിനെ എല്ലാം ആകെ തച്ചുടച്ച് ദേവാലയങ്ങളെല്ലാം പൂട്ടി ഈ പുരോഹിതന്മാരെല്ലാം ഒഴിവാക്കി. ഇതിൽ ചേരവംശത്തിനെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ശരിയല്ല. കാര്യം ഇതിൽ ആയി രാജവംശത്തിൻ്റെ കഥ പറയുമ്പോൾ ആയി രാജവംശത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് ചേരവംശക്കാരാണ്. അതായത് ഗോദരവിഹന്മാരെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ ഒരിക്കലും ഭക്തി യുക്തി നോക്കരുത്. എൻ്റെ കഥയിൽ വരുന്ന മണി കണ്ടനാണ്, കുറച്ച് ദ്രവീഡിയനാണ്. കണ്ടൻ, അതായത് കണ്ടൻ്റെ മകൻ, കണ്ടൻ്റെയും കറുത്തമ്മയുടെയും മകനായിട്ടുള്ള കൊച്ചു കണ്ടൻ. ഇപ്പോൾ ഗാസയുടെയും ഈജിപ്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അതാണ്. അത് ഒരു മേജർ കമ്മ്യൂണിറ്റി എപ്പോഴും, ഒരു മൈനർ കമ്മ്യൂണിറ്റി എപ്പോഴും അടിച്ചമർത്തി വെക്കാനേ നോക്കുകയുള്ളൂ. അയ്യപ്പൻ മണികണ്ഠൻ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് ഒറ്റ നിമിഷം കൊണ്ട് ഈ യുദ്ധത്തിന് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദയൻ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇരയല്ല, എനിക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നാളെ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമൂഹം ആകാശത്തിൽ നിന്ന് പറന്നിറങ്ങുന്ന ഒരു ദേവതയോ ഭൂമി പിളർന്നു വരുന്ന ഒരു അവതാര പുരുഷനെയോ കാത്തിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ ഇതിൽ വായിച്ചിട്ട് അയ്യപ്പൻ ഒരു ആദിവാസിയാണ്. അയ്യപ്പൻ ഈ പറയുന്ന പോലെ പന്തളം രാജകുമാരനല്ല, ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അവതാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു അവതാര പിറവിയല്ല. മനുഷ്യനൊരു ഏലിയനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെയാണ്. കാരണം മനുഷ്യന് വേണ്ടിയിട്ട് ഉള്ള ഒരു നിർമ്മിച്ച ഒരു ഗ്രഹമല്ല ഭൂമി. ചിലതൊക്കെ പറയേണ്ടതുണ്ട്, ചിലതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്, ചിലരെയൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെ പോയി പറയും? അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആര് കേൾക്കും? സത്യത്തിൽ ആര് കേൾക്കും എന്നുള്ളതൊരു ചോദ്യമേ അല്ല. കാരണം ആരും കേട്ടില്ലെങ്കിലും പറയേണ്ടത് പറയുക തന്നെ വേണം, ചർച്ച ചെയ്യപ്പെടേണ്ടത് ചർച്ച ചെയ്യപ്പെടുക തന്നെ വേണം. അപ്പോൾ നമ്മളിത് എവിടെ പറയും? അതൊരു നല്ല ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് റെഡ്മിൻ പിക്ചേഴ്സിന്റെ ഏറ്റവും പുതിയ ഷോ ആയ ഇനി ഞാൻ പറയട്ടെ. നമ്മുടെ ഷോയിൽ നമുക്കൊരാളെ പരിചയപ്പെടാം. കാന്തമല ചരിതം എന്ന ഒരു സീരീസിലൂടെ വളരെ വേഗം ഒരുപാട് ജനഹൃദയങ്ങളിലേക്ക് എത്തിയ ഒരു എഴുത്തുകാരനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, വിഷ്ണു MC. നമുക്ക് വിഷ്ണു MC പരിചയപ്പെടാം. വിഷ്ണു MCക്ക് നമ്മുടെ ഷോയിലേക്ക് സ്വാഗതം. ഇപ്പം തൃശ്ശൂരാണല്ലേ? തൃശ്ശൂരിൽ നിന്ന് കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അങ്ങനെ കാന്തമല ചരിതം ഇപ്പൊ 3ാമത്തെ പുസ്തകം ഇറങ്ങി. അങ്ങനെ പുസ്തകം സെയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഏകദേശം ഫസ്റ്റ് എഡിഷൻ കഴിയാറായി. നെക്സ്റ്റ് വീക്കിൽ സെക്കൻഡ് എഡിഷൻ വരുന്നുണ്ടെന്ന് പബ്ലിഷേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുസ്തകം സ്വീകരിക്കപ്പെട്ടു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ്, നമ്മൾ എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് ഓഡിയൻസിന് അറിയത്തില്ല. അപ്പോൾ നമ്മളൊരു പെർസ്പെക്റ്റീവ് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഏത് വശത്താണ് നിൽക്കുന്നത് എന്ന് ഓഡിയൻസ് അറിയേണ്ട ഒരു ആവശ്യം ഉണ്ട്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം കുറച്ച് പേഴ്സണൽ ആണെന്ന് അറിയാം. എന്നാലും ആദ്യത്തെ ചോദ്യം, വിശ്വാസിയാണ്? ദൈവവിശ്വാസിയാണ്. ഓക്കെ, ദൈവവിശ്വാസിയല്ല. തോന്നി, പുസ്തക ഭാഷ വഴി തോന്നിയായിരുന്നു. അപ്പം വിഷ്ണുവിന്റെ പെർസ്പെക്റ്റീവില് ദൈവം എന്നാൽ എന്താണ്? ദൈവം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഈ എങ്ങനെ ഒരു മനുഷ്യൻ എങ്ങനെ ഒരു ദൈവവിശ്വാസിയാവും എന്ന് എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് ഈ പ്രാചീന കാലത്തിൽ ഈ മഴ, ഇടിമിന്നൽ, അതായത് മനുഷ്യന് ഭയം ഉളവാക്കുന്ന ഒരുപാട് പ്രകൃതിയാലുള്ള ഒരുപാട് വസ്തുതകളുണ്ടായിരുന്നു. ഇടിമിന്നൽ, തീ, അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത ഒന്ന്, നമുക്ക് അത് കാരണം ആപത്തുണ്ടാവാം, അല്ലെങ്കിൽ അത് കാരണം നമുക്ക് ഭയം ഉണ്ടാവാം. അങ്ങനെയുള്ളതിനെ നമുക്ക് വരുതിയിലാക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്മേൽ അവരെന്ത് ചെയ്യുന്നു? അതിനെ ആരാധിക്കുകയാണ്. ഇപ്പോൾ ഈ നോൺ സെമിറ്റിക് മതങ്ങളായിട്ടുള്ള ഹിന്ദു മതമായാലും നോഴ്സ് മിത്തോളജി ആയാലും ഇവരുടെ എല്ലാം ദൈവങ്ങളെല്ലാം ഗോത്ര ദൈവങ്ങളെന്ന് പറയും. അതായത് ഈ ചില അഗ്നി, വായു, ജലം,
അപ്പം ഇതൊന്നും നമ്മുടെ വരുതിയിലല്ല. അപ്പം നമുക്ക് വരുതിയിലാക്കാൻ പറ്റാത്ത നമുക്ക് ഭയം ഉണ്ടാക്കുന്ന ആ വസ്തുതകളെ എന്ത് ചെയ്യുകയാണ്? ആരാധിക്കുകയാണ്, ദൈവമായിട്ട് കണ്ട് ആരാധിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാലഘട്ടം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ, അതായത് നമ്മുടെ ഈ മനുഷ്യരുടെ ജീവിത ശൈലികൾ മറ്റൊരു തലത്തിലോട്ട് മാറിപ്പോകുമ്പോൾ അവരെ ഒരു പ്രത്യേക ഒരു മൊറാലിറ്റിയിലോട്ട്, ഒരു പ്രത്യേക രീതിയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഈ ദൈവങ്ങൾക്ക് രൂപങ്ങൾ കൊടുത്തു. ശ്രീരാമനായിട്ടും ശ്രീകൃഷ്ണനായിട്ടും ആചാര്യ വിവരമൊക്കെ അതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ കാണുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെയൊക്കെ ചിത്രങ്ങൾ അദ്ദേഹം അയച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രൂപങ്ങൾ കൊടുത്തു, ബിംബങ്ങൾ കൊടുത്തു. എന്തിനാണ്? ഇങ്ങനെ ഇതൊരു സമൂഹമായിട്ട് മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. സമൂഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഒരു കെട്ടുപാടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പറയുന്ന പോലെ ജീവിത രീതി നല്ലൊരു മനുഷ്യനായിട്ട് മാറാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലായിരിക്കും ഈ ദൈവങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. എൻ്റെ മനസ്സിലുള്ള ദൈവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യൻ നല്ല രീതിയിൽ ജീവിക്കണം, നല്ലൊരു സമൂഹ ജീവിയായിട്ട് ജീവിക്കണം. അല്ലെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരുണ്ടാക്കിയെടുത്ത ഒരു മെറ്റീരിയലാണ് ദൈവം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ദൈവവിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ദൈവവിശ്വാസത്തെ എതിർക്കുന്ന ഒരു മെൻറ്റാലിറ്റി അല്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ളവരെല്ലാം, എൻ്റെ ഭാര്യ ആവട്ടെ, അമ്മയാവട്ടെ, എല്ലാവരും കടുത്ത ദൈവവിശ്വാസികളാണ്. അപ്പോൾ അവർ അമ്പലത്തിൽ പോകുന്നുണ്ട്, കൂടെ ഞാനും പോകും. ഈ പറയുന്ന പോലെ അവർ ഈ കുറി ഇട്ട് തരും, ഞാൻ എതിർക്കില്ല. കാര്യം അതിലൂടെ അവർ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. ഓക്കെ, അവർ അമ്പലത്തിൽ പോയി തൊഴുന്നു, അവരുടെ ഇഷ്ടദൈവൻ്റെ മുന്നിൽ പോയി തൊഴുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുകയാണെങ്കിൽ ആ സന്തോഷത്തിനോടൊപ്പം നിൽക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അവർ എൻ്റെ നെറ്റിയിൽ ചന്ദനക്കുറി ഇട്ട് തരുന്നു, അത് അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, അവർ ചെയ്യട്ടെ. അതൊന്നും ഞാൻ ഒരു എതിർപ്പുമില്ല. അവർക്ക് അവരുടെ വിശ്വാസമാണ്, അവർക്ക് അവരുടെ വിശ്വാസം, എനിക്ക് എൻ്റെ വിശ്വാസം, എന്നെ വെറുതെ എൻ്റെ വഴിക്ക് വിടുക, അത്രയേ ഉള്ളൂ. ഇത് ചോദിക്കാൻ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഞാൻ വിഷ്ണുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് വിഷ്ണു ശബരിമലയിൽ പോയി, ശബരിമലയിൽ വെച്ചിട്ട് പുസ്തകം ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ശബരിമലയിലേക്ക് ഇപ്പോൾ യുക്തിവാദിയായ താങ്കൾ, യുക്തിവാദിനെ വിളിക്കുന്നത് തോന്നുന്നില്ല, യുക്തിവാദിയായ താങ്കൾ ശബരിമലയിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ശബരിമല, എനിക്ക് 2 ക്ഷേത്രങ്ങൾ ഒരു ഭയങ്കരമായിട്ട് എന്നോട് ചേർന്ന് നിൽക്കുന്ന, ഒന്ന് മൂകാംബിക, ശബരിമല. ഈ രണ്ടും എനിക്ക് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഈ ശബരിമല ഇരിക്കുന്ന ഒരു കാടും ഒരു ട്രക്കിംഗ്, എനിക്കൊരു ട്രക്കിംഗ് മൂഡാണ് ശബരിമല പോകുമ്പോൾ. ഞാൻ അഗസ്ത്യാർ കൂടത്തിൽ പോകാറുണ്ട്. എനിക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ എനിക്കൊരു സന്തോഷം തരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, കൂട്ടുകാരോടാണ് പോകുന്നത്. കൂട്ടുകാരോട് പോകുമ്പോഴത്തേക്കും ആ ഒരു ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട്. വളരെ കോൺട്രവേഴ്സി ആവാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഈ അടുത്തിടയ്ക്ക് ശബരിമലയിൽ പ്രക്ഷോഭം നടന്ന സമയത്ത് ശബരിമല നിങ്ങൾ വിനോദയാത്രയ്ക്ക് വരുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് വരേണ്ട സ്ഥലമാണോ എന്നൊക്കെയുള്ള രീതിയിൽ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിഷ്ണുവിന്റെ പെർസ്പെക്റ്റീവിൽ അങ്ങനെയും വരാം. അത് എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് ശബരിമല യാത്ര എന്ന് പറയുന്നത് എനിക്ക് നല്ല സന്തോഷം തരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു പ്രദേശമാണ്. അത് അല്ലാതെ ഞാൻ ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ ഈ ഒരു കഥ പറയണമെന്ന് എന്തുകൊണ്ട് തോന്നി? കാന്തമല ചരിത്രത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ അയ്യപ്പൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു നിലനിൽപ്പിനെ കുറിച്ചുള്ള സംഭവമാണ്. അയ്യപ്പൻ ജീവിച്ചിരുന്നോ, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണോ? പലർക്കും അയ്യപ്പൻ എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്, പുള്ളി ഒരു കാലത്ത് ഇവിടെ ജീവിച്ചിരുന്ന, നാടിനൊരു വലിയൊരു ആപത്ത് സംഭവിച്ചപ്പോൾ എല്ലാവരെയും ഒന്ന് കൂട്ടി യോജിപ്പിച്ച് ആ പൊതു ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് വിജയിച്ച ഒരു യോദ്ധാവാണ്. അപ്പോൾ പുള്ളി മുന്നോട്ട് വെച്ച കുറേ ആശയങ്ങളുണ്ട്. അല്ലെങ്കിൽ പുള്ളിയുടെ ആ കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുള്ളിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എല്ലാ കാലത്തും എല്ലായിടത്തും ജീവിതങ്ങൾ ഒരുപോലെയാണെന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ നമ്മുടെ പ്രസൻറ്റ് ടൈമിൽ സംഭവിക്കുന്ന കുറേ കാര്യങ്ങൾ ആ കാലത്ത് ഒരു പൊളിറ്റിക്കൽ ഒരു പരിപാടി ഉണ്ട് അതിനകത്ത്. എന്ന് വെച്ചാൽ ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് അവരുടെ മേലെ ഒരു കടന്നുകയറ്റം ഉണ്ടാവുക. അപ്പോൾ ആ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു റബൽ ഒരു ചിന്താഗതി ഉണ്ടാകും. ആ ചിന്താഗതി ആൾക്കാരിലേക്ക് പകർന്നു കൊടുക്കുക, ആ ഒരു തീ വെച്ചിട്ട് ആ വരുന്ന വലിയൊരു പൊതുശത്രുവിനെ അങ്ങ് ഇല്ലാതാക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ്. അതെല്ലാ കാലത്തും ഉള്ളതാണ്. അപ്പം ഈ അയ്യപ്പൻ്റെ കഥ പറയുമ്പോൾ AD 1100 കാലഘട്ടമാണ്. ശരിക്കും നമ്മുടെ കേരള ചരിത്രത്തിൽ അതൊരു ഇരുണ്ട കാലഘട്ടമാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നത്. നൂറ്റാണ്ട് യുദ്ധം എന്ന് പറയുന്ന ഒരു സംഭവം, ചോള ഇൻവേഷനാണ്. ആ സമയത്ത് ചോള സാമ്രാജ്യം ഭയങ്കര ശക്തമായിട്ട് വരുന്ന സമയം. അപ്പം പാണ്ഡ്യ സാമ്രാജ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കുടിയേറി താമസിക്കുകയും അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈ അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു ദ്രവീഡിയൻ, അല്ലെങ്കിൽ ഒരു കാട്ടുവാസിയാണ്. കാട്ടിൽ ജീവിക്കുന്ന
ഒരു മനുഷ്യനാണ്. അപ്പോൾ പുള്ളിയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി, പുള്ളിയുടെ കഴിവ് കണ്ടിട്ട് പുള്ളിയെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു സൈന്യം ഉണ്ടാക്കി. ആ സൈന്യം കൊണ്ട് ഈ ശത്രുവിനെ, ചോള സൈന്യത്തിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത്. ആ ഒരു പൊളിറ്റിക്കൽ സിനാരിയോ ശരിക്കും ഒരു കറുത്തവനായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു അധികൃതനായിട്ടുള്ള ഒരാളെ മുന്നിൽ നിർത്തിയാണ് അന്നത്തെ രാജാക്കന്മാർ ഒരു സൈന്യം ഉണ്ടാക്കുകയും ജയിക്കുകയും ചെയ്തത്. അത് ശരിക്കും ഇന്നത്തെ കാലത്ത് പറയണമെന്ന് തോന്നി, ഇന്നത്തെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ പറയണമെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞു. അമിഷ് ത്രിപാഠി വായിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഓക്കെ, ഇമോർട്ടൽസ് ഓഫ് മെലൂഹ. തീർച്ചയായും. ഓക്കെ, അപ്പം ദൈവികമായി മനുഷ്യർ കരുതുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ കരുതുന്നതുകൊണ്ട് തന്നെ വളരെ മാനസിക തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഡെപിക്റ്റ് ചെയ്തൊരു നോവൽ എഴുതുമ്പോൾ അതിനെ വായനക്കാർ ഏറ്റെടുക്കും എന്നൊരു കോൺഫിഡൻസ് കിട്ടാൻ കാരണം അമിഷ് ത്രിപാഠിയാണോ അതോ വേറെന്തെങ്കിലും? ശരിക്കും ഈ ഇമോർട്ടൽസ് ഓഫ് മെലൂഹ, പിന്നെ സീക്രട്ട് ഓഫ് നാഗാസ് ആൻഡ് ഓത്ത് ഓഫ് വായുപുത്ര, 3 പുസ്തകങ്ങളും ഈ വായനക്കാരനുള്ള നിലയിൽ എൻ്റെ ഒരു ഒരു പെർസ്പെക്റ്റീവിനെ മാറ്റിമറിച്ച ഒരു സംഭവമാണ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ഇംഗ്ലീഷ് പുസ്തകവും ഞാൻ ആദ്യമായിട്ട് ഓൺലൈനിൽ ആമസോൺ വഴി വരുത്തുന്ന ഒരു പ്രോഡക്റ്റും അതാണ്. എനിക്ക് തോന്നുന്നു 2013 എന്താണ് ഞാനത് വായിക്കുന്നത്. ശരിക്കും അത് വായിച്ചപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻസിൽ ഏറ്റവും വലിയ ആരാധകരുള്ള, ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു ദൈവമാണ്. ഇപ്പം പൊതുവെ പറയപ്പെടുന്നത്, ഞാൻ ഒരുപാട് ഫേസ്ബുക്ക് കമന്റ്സ് ഒക്കെ വായിച്ചായിരുന്നു, മലയാളത്തിലെ അമിഷ് ത്രിപാഠിയായിട്ടാണ്. ഓക്കെ, അങ്ങനെ വിചാരിക്കുന്നവർക്ക് അങ്ങനെ വിചാരിക്കാം, അത് ഓരോരുത്തരുടെയും ചോയ്സാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പം ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ദൈവമാണ് ശിവൻ. ഈ പുള്ളിക്കാരനെ എടുത്തിട്ട് ഒരു മനുഷ്യനായിട്ട് പുള്ളി കരയുന്നുണ്ട്, പ്രേമിക്കുന്നുണ്ട്, അങ്ങനെ ഒരു മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ വികാരങ്ങളും കാണിച്ചുള്ള ഒരു അങ്ങനെ ഭയങ്കര ഫാൻ ഫോളോയിങ്ങും അങ്ങനെ എടുത്താൽ പൊള്ളുന്ന ഒരു ദൈവമാണ് ഈ ശിവൻ. ഈ പുള്ളിയാണ് എടുത്തിട്ട് ഈ പുള്ളിക്കാരൻ പക്ഷേ ഭയങ്കര ബുദ്ധിപൂർവ്വം കാണിച്ചതെന്ന് വെച്ചാൽ, ഈ ദൈവമെന്ന് വിചാരിക്കുന്നവർക്ക്, ഈ ബുക്ക് വായിക്കുന്നവർക്ക് അത് ദൈവമാണ്. മനുഷ്യൻ അല്ല, നമുക്കിടയിൽ ഇപ്പം ഗോപാലേട്ടനെ പോലെ അല്ലെങ്കിൽ സുരേഷ് ഏട്ടനെ പോലെയുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുന്ന ആൾ മഹാദേവൻ, അതിൽ നീലകണ്ഠൻ എന്ന് പറയുന്നത് മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പിന്നെ ആലോചിച്ചു, ഭാവിയിൽ എന്തുകൊണ്ട് മലയാളത്തിൽ നമുക്കിങ്ങനെ ഒരു സംഭവം ആരെ നമ്മൾ എടുക്കും, ഏത് ദൈവത്തിനെ എടുക്കും? അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സൂപ്പർ ഹീറോ, നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു ദൈവം എന്ന് പറയുന്നത് അയ്യപ്പനാണ്. അപ്പോൾ പിന്നെ ഈ കാന്തമലയിലോട്ട് വന്നത് യാദൃച്ഛികമായിട്ടാണ്. ഈ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലോട്ടൊക്കെ വന്നത് യാദൃച്ഛികമാണ്. പക്ഷേ ഇത് എഴുതി തുടങ്ങുമ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മനസ്സിൽ അമീഷിൻ്റെ ശിവനായിരുന്നു, അല്ലെങ്കിൽ അമീഷ് ചെയ്ത ഒരു ടെക്നിക്കായിരുന്നു എൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ആനന്ദ് നീലകണ്ഠൻ, ഇപ്പം താങ്കൾ പുസ്തകം വായിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു വ്യക്തിയാണ് ആനന്ദ് നീലകണ്ഠൻ. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളത്തിൽ നിന്ന് ഇന്റർനാഷണലിലേക്ക് പോയിട്ടുള്ള റൈറ്റേഴ്സിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഈ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുന്ന ഒരു റൈറ്ററാണ്. പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുള്ള സംഭവമാണ്, അതായത് ആക്ട് ഓഫ് റിപ്പീറ്റിംഗ് എന്ന് പറയും. അതായത് ഈ ഇപ്പം രാമായണം അല്ലെങ്കിൽ മഹാഭാരതം ഇതൊക്കെ എന്ന് നടന്നു എന്നതിൻ്റെ ഒരു സമയം നോക്കുന്ന സമയത്ത് ഇതൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരേ കാര്യങ്ങൾ വീണ്ടും അപ്പം സീത രാമനോട് പറയുന്ന ഒരു സംഭവം, അതായത് വനവാസത്തിന് പോകുന്നതിന് മുമ്പ് രാമൻ സീതയോട് വനത്തിലേക്ക് വരണ്ട, അതായത് നീ ഇപ്പം ഈ രാജസുഖങ്ങളൊക്കെ കളഞ്ഞിട്ട് നീ വനത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ സമയത്ത് സീത പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ നടന്ന രാമായണങ്ങളിലെല്ലാം സീത രാമനെ അനുഗമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ രാമായണത്തിൽ മാത്രം എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്ന് ഒരു സംഭവം രാമായണത്തിൽ തന്നെ ഉണ്ടെന്ന് പറയും. അത് മാത്രമല്ല, നമുക്കിപ്പോൾ പല പെർസ്പെക്റ്റീവ്, ഇപ്പൊ രാമായണത്തിന്റെ തന്നെ പല പെർസ്പെക്റ്റീവുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു റീസൺ ആയിട്ട് പറയുന്നത് രാമായണം ഒന്നല്ല, അത് അനേകം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു റിപ്പീറ്റ് അല്ലെങ്കിൽ ഒരു ടൈം ലൂപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ അതിന്റെ ഒരു സമയ പ്രതലം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവിടെയാണ് എൻ്റെ അടുത്ത ചോദ്യം, അതായത് ഈജിപ്തിലെ അഖിനാഥൻ, കേരളത്തിൽ പാണ്ഡ്യന്മാർ, അതോടൊപ്പം അയ്യപ്പൻ, ഇവരെ 3 പേരെയും ഒരേ സമയ പ്രതലത്തിലേക്ക് കൊണ്ടുവന്നത് അതൊരു പക്ക ഫിക്ഷൻ ആയിരുന്നോ അതോ അതിൽ എന്തെങ്കിലും ഫാക്ടിന്റെ കണികളുണ്ടോ? ശരിക്കും ഈ അഖിനാഥൻ എന്ന് പറയുന്നത് BC 1300 കാലഘട്ടത്തിൽ ഈജിപ്റ്റ് ഭരിച്ച ഫറവോയാണ്. അയ്യപ്പൻ്റെ കാലഘട്ടം നമ്മൾ പറയുന്നത് AD 1100. പാണ്ഡ്യന്മാരുടെ കാലഘട്ടം പറയുന്നത് 1200 പിന്നെ അതിന് ശേഷമുള്ള കുറച്ച് 1300 കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെല്ലാവരും ഒരേ സമയപ്രതലത്തിലോട്ടല്ല കൊണ്ടുവരുന്നത്. ഇവരെല്ലാവരും ഒരു ഈ 3 കാലഘട്ടത്തിൽ നടക്കുന്ന ആൾക്കാരുടെ ജീവിതങ്ങളും അവർ പറയുന്ന കഥകളും ഒരേ ഫോർമാറ്റാണ്. അതായത് അവിടെ നടക്കുന്ന കോൺട്രഡിക്ഷൻസ്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഒരേപോലെ നമുക്ക് വായനക്കാർക്ക് ഒരേപോലെ തോന്നും. അവിടെ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ സിനാരിയോ, അല്ലെങ്കിൽ അവിടെ രാജ്യഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം പറയുമ്പോൾ നമുക്കത് ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന പോലെ തോന്നുന്നതാണ്. ശരിക്കും വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ നടക്കുന്ന കഥകളാണ്, ലെയേഴ്സാണത്.
പക്ഷെ നടക്കുന്ന സംഭവങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം ഒരേ ഒരു ഫ്ലേവറിൽ വരുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുന്നതാണ്. അപ്പം ഈ ഒരു പുസ്തകം വായിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഒരു ഫാക്റ്റിനെ എടുത്ത് വെച്ചിട്ട് കുറച്ച് ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് മോഡിഫൈ ചെയ്ത പോലെ ഒരു ഫീലാണ് ഇപ്പോൾ ഒരു ആസ് എ റീഡർ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൽ എന്തുമാത്രം ഫാക്ട്സ് ഉണ്ട്, എന്തുമാത്രം ഫിക്ഷൻ ഉണ്ട്? ശരിക്കും ഇതിനൊരു പെർസെൻറ്റേജ്, ഒരു ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 20% ഫാക്റ്റും 80% ഫിക്ഷനും. അത് ശരിക്കും അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. ക്ലോഡിയസ് ടോളമി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗണിതശാസ്ത്രജ്ഞനും ഒരു എന്താണ് ഭൗമശാസ്ത്രജ്ഞനൊക്കെയാണ്. ക്ലോഡിയസ് ടോളമി ശരിക്കും ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് സയൻസിൻ്റെയൊക്കെ തുടക്കകാലത്ത് സയൻസിനെ ഇത്രത്തോളം വളർത്തിയെടുക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്. ക്ലോഡിയസ് ടോളമി ശരിക്കും നമ്മുടെ കേരളത്തിൽ AD 100 കാലഘട്ടത്തിൽ, AD 140 ആ കാലഘട്ടത്തിൽ കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹം AD 100 കാലഘട്ടത്തിൽ വിഴിഞ്ഞത്ത് വരുന്നുണ്ട്. വിഴിഞ്ഞത്ത് വന്നതിന് ശേഷം അദ്ദേഹം മലയാളികളെക്കുറിച്ച് കറുത്ത് പൊക്കം കുറഞ്ഞ മനുഷ്യരെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് അറിയാലോ, മലയരയ വിഭാഗത്തിനെ ബേസ് ചെയ്തിട്ടാണ് അയ്യപ്പൻ എന്ന് പറയുന്ന മലയരയ വിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കാന്തമല ചരിത്രത്തിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ മലയരയരുടെ ചരിത്രം നോക്കുമ്പോൾ അവർ വരുന്നത് ഈ ആയി രാജവംശം അല്ലെങ്കിൽ ആയി വംശത്തിൽ നിന്നാണ്. അപ്പം PK സജീവ്, മലയരയ ഗോത്രസഭയുടെ സെക്രട്ടറി, അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആയി രാജാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ രാജവംശമാണ് ആയി രാജവംശം. വിഴിഞ്ഞം കേന്ദ്രമാക്കി നമ്മുടെ കേരളം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ തെക്കൻ കേരളം ഭരിച്ചിരുന്ന ഒരു രാജവംശമാണ്. അപ്പോൾ ഈ ആയി രാജവംശത്തിലെ തിദിയൻ എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന കാലത്താണ് ക്ലോഡിയസ് ടോളമി കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇത്രയും ഫാക്റ്റാണ്, ഇത്രയും ശരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ ആ സിനാരിയോയിലോട്ട്, ആ ഒരു ചരിത്രത്തിലേക്കാണ് ഞാൻ ശബരി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവരുന്നത്, തിദിയൻ്റെ സഹോദരിയായിട്ട്. അപ്പോൾ ശരിക്കും തിദിയൻ ജീവിച്ചിരുന്നു. അപ്പോൾ തിദിയൻ ഒരു സഹോദരി ഉണ്ടാവാതിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സഹോദരി ഉണ്ടെന്നും ആ സഹോദരിയുടെ പേര് ശബരിയാണെന്നും ഈ ശബരിയാണ് ആദ്യത്തെ അയ്യപ്പനെന്നും. അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ്. അയ്യനായും അപ്പനായിട്ടും സമൂഹത്തിനെ നിയന്ത്രിക്കുകയും ശിക്ഷിക്കാനും ഒരു അധികാരമുള്ള ഒരാൾ, ഒരു സൈന്യാധിപൻ പോലെ. അപ്പോൾ അതൊരു സ്ഥാനപ്പേരാണ്. ഈ എല്ലാവർക്കും അയ്യപ്പൻ എന്ന് പറയുന്ന സ്ഥാനപ്പേര് കിട്ടില്ല. അതിനൊരു പ്രത്യേക, അത് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന് പ്രത്യേക കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ പാസ്സാവുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അത് തരണം ചെയ്യുന്ന ആൾക്കാരാണ് അയ്യപ്പനാവുന്നത്. അപ്പോൾ ഈ ശബരി, അപ്പോൾ ഈ പറയുന്ന 20% ക്ലോഡിയസ് ടോളമി, തിദിയൻ, ആയി രാജവംശം 20%. ബാക്കി വരുന്ന ശബരി, അയ്യപ്പൻ എന്ന് പറയുന്ന സ്ഥാനപ്പേര്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ബാക്കി 80%. ഇതിൽ ക്ലോഡിയസ് ടോളമി വരുന്നത് ഒരു ലക്ഷ്യം വെച്ചിട്ടാണ്. എന്തിന് കേരളത്തിൽ വന്നു? അപ്പോൾ നമ്മൾ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ വിഴിഞ്ഞത്ത് വന്നു. പക്ഷേ കേരളത്തിൽ ഈ വിഴിഞ്ഞത്ത് വന്ന ഭാഗങ്ങളെല്ലാം വളരെ കുറച്ചും. അതേസമയം അദ്ദേഹം മഹോദയപുരത്ത് പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ, ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂർ, അവിടെ പോകുന്നുണ്ട്. അതിന് വളരെ വിശദീകരിച്ച് മഹോദയപുരത്തിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളും വളരെ വിശദീകരിച്ച് പറയുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം മധുരയിൽ പോകുന്നുണ്ട്, തൂത്തുക്കുടി പോകുന്നുണ്ട്, പഴയ കോർക്കത്തുറയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫാക്ട്സ് ആണ്. അപ്പോൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ വിഴിഞ്ഞത്ത് വന്നിട്ട് വളരെ കുറച്ച് വിവരങ്ങളെ പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് കിട്ടിയ ഒരു വലിയൊരു ചാൻസാണ്. അതായത് ചരിത്രത്തിൽ ഇരുള് ഇങ്ങനെ വീണ് കിടക്കുന്ന സ്ഥാനത്ത് ഞാൻ എന്ത് ചെയ്യും, അവിടെ എൻ്റെ ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെ, എൻ്റെ ഫിക്ഷണൽ വേൾഡിനെ ഞാൻ അതിൽ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെ അവിടെ ഒരു ചരിത്രമാണോ സത്യമാണോ കള്ളമാണോ എന്നുള്ളൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കും. ഇപ്പം നേരത്തെ പോലെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ഈ അമിഷ്ടഭാരതി ഇത് വായിച്ചപ്പോഴും ശിവൻ എന്ന് പറയുന്ന മഹാദേവൻ എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേരാണ് എന്നുള്ള രീതിയിൽ ഒരു സംഭവം. അപ്പം ഒരുപാട് പുസ്തകങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാക്കേണ്ട സംബന്ധിച്ചു അപ്പം 20% ഫാക്ട്സ് എന്ന് വെച്ചാൽ ഈ ഒരു പുസ്തകത്തിന്റെ ഇത് വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഭാഗമാണ്. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വിഷ്ണു ഇതിനു വേണ്ടി ഇതിന്റെ ഒരു റിസർച്ച് പർപ്പസ് എന്തായാലും ചെയ്യുള്ളൂ. അപ്പൊ ആ റിസർച്ചിന് വേണ്ടി നോക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് അതൊക്കെ എന്തൊക്കെയാണെന്നൊരു പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ ശ്രീധരമേനോൻ സാറിന്റെ ചരിത്ര പുസ്തകങ്ങളുണ്ട്. അത് ഒരുവിധം പെട്ട മിക്കുള്ള പുസ്തകങ്ങളും ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും റെഫർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കഥ പറയുന്ന ഒരു കാലഘട്ടമുണ്ട്, AD 1200. വളരെ കുറച്ച് ഫാക്ട്സ്, കുറച്ച് ഫാക്ട്സ് നമുക്ക് ഒരുപാട് റിസർച്ച് ചെയ്തു. ഇപ്പോൾ ഈ ആയി രാജവംശത്തിനെ കുറിച്ച് പഠിക്കാൻ തന്നെ ഈ ശ്രീധരമേനോൻ സാറിൻ്റെ പുസ്തകം അല്ലാതെ നമ്മുടെ തിരുവനന്തപുരത്ത്
ഒരു എന്താണ് ഒരു ചരിത്ര ഈ താളിയോലകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള കോട്ടയ്ക്കകത്ത് ഒരു മ്യൂസിയം പോലെയുള്ള ഒരു ഇതുണ്ട്. അതിനകത്ത് അവിടെ പോയിട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഈ ആയി രാജവംശത്തിനെ കുറിച്ചുള്ള എന്തെങ്കിലും ചരിത്രരേഖകൾ കിട്ടുമെന്ന് വളരെ കുറച്ച് സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത് ഈ മലയരയരെ കുറിച്ചുള്ള പഠനം, അതിന് പി കെ സജീവ് സാറിൻ്റെ പുസ്തകം. രണ്ടാമത് ഈ മലയരയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായിട്ട് നേരിട്ട് സംസാരിക്കുക, അവർക്ക് ഒരു ഈ വീരപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ജീവിച്ചിരുന്ന വീരന്മാരെ കുറിച്ചുള്ള സംഭവം. അതിൽ അയ്യപ്പനെ കുറിച്ച് പറയുന്നുണ്ട്. അയ്യപ്പൻ്റെ ജനനം, അയ്യപ്പൻ്റെ പഠനം, അങ്ങനെയുള്ള ആ വീരപ്പാട്ടുകൾ അത് വായ്മൊഴിയായിട്ട് അത് ഒരിടത്തും അവർ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. വായ്മൊഴിയായിട്ടുള്ള സംഭവങ്ങളാണ്. ഇതിൽ തന്നെ ഈജിപ്തിൻ്റെ കഥ പറയുമ്പോൾ അഖിനാഥനാണ് ഇതിൽ ഈജിപ്തിൻ്റെ ഭാഗത്തെ നായകൻ. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഏലിയൻ ഫറോ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുന്നത് തന്നെ. ഈ പറയുന്ന പോലെ 16 വർഷം അദ്ദേഹം 16 വർഷക്കാലമാണ് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത്. ഈ 16 വർഷം ഈ 2000 വർഷം നീണ്ടു നിന്ന ഒരു ഈജിപ്ഷ്യൻ മതവിശ്വാസത്തിനെ എല്ലാം ആകെ തച്ചുടച്ച് ദേവാലയങ്ങളെല്ലാം പൂട്ടി ഈ പുരോഹിതന്മാരെല്ലാം ഒഴിവാക്കി ആഥേൻ എന്ന് പറയുന്ന ഏക ദൈവത്തിൽ മാത്രം വിശ്വസിക്കണമെന്ന് ജനങ്ങളെ ഉദ്ഘോഷിച്ച് അതിൽ മാത്രം ഈ 16 വർഷക്കാലം ഈ ഒറ്റ ദൈവം ഒരു മതം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഭരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭരണകാലം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ചരിത്രത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക, അദ്ദേഹം ഭരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിനെ അല്ലെങ്കിൽ അദ്ദേഹം സംഭാവന ചെയ്ത കാര്യങ്ങളെ രേഖപ്പെടുത്തി വയ്ക്കുന്നത് പിൻതലമുറക്കാർ, അടുത്ത തലമുറയിലുള്ള ആൾക്കാർ വായിക്കുമ്പോഴാണ് അത് ചരിത്ര അദ്ദേഹം ജീവിച്ചിരുന്നു, അപ്പോൾ അദ്ദേഹം ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ ഈ മതവിശ്വാസത്തിനെ എല്ലാം ഒഴിവാക്കിയ ആളിനെ ഈ പിശാചായിട്ട് കണക്കാക്കി എന്ത് ചെയ്തു, ഈ അദ്ദേഹത്തിൻ്റെ ചരിത്ര രേഖകളും അല്ലെങ്കിൽ ഈ ചരിത്ര സ്മാരകങ്ങളെല്ലാം നശിപ്പിച്ചു കളഞ്ഞു പിൽക്കാലത്ത്. അപ്പം അവിടെയും നമുക്കുള്ള ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെയും കുറിച്ചുള്ള വിവരങ്ങൾ പരിമിതമാണ്. അപ്പം അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആയിട്ടുള്ള ആ ഫിക്ഷണൽ വേൾഡിനെ നമുക്ക് അതിലോട്ട് കൊണ്ടുവരാൻ പറ്റും. നല്ലൊരു സംഭവമാണ്. ഇപ്പം ഇതിൽ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു തരുന്ന എൻ്റെ അമ്മയും അച്ഛനും ഒക്കെയാണ്. ദൈവത്തെക്കുറിച്ച് പഠനം വളരെ കുറവാണ്. കാരണം അത്രമാത്രം ദൈവത്തെക്കുറിച്ച് നമ്മൾ സ്കൂളിലൊന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ വളരെ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള ഒരു അറിവ് വെച്ചിട്ട് നമ്മൾ ഞാൻ ദൈവത്തെ ഒരുപാട് ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്. അപ്പം വിഷ്ണു അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ ഇത്രമാത്രം റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ ദൈവങ്ങളെ കുറിച്ച്, ദൈവത്തെ മാത്രമല്ല ദൈവങ്ങളെ കുറിച്ചും അവരുടെ ജീവിത രീതി മറ്റു കാര്യങ്ങളെല്ലാം ഇത്രയും വായിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പൊ ആ റിസർച്ചിന്റെ ഒരു ആകത്തുക എന്ന് പറയുമ്പോൾ വിശ്വാസം ഇപ്പൊ ഒരു യുക്തിവാദിയായി തുടരുന്നത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്രയും റിസർച്ച് ചെയ്തിട്ടും യുക്തിവാദിയായി നിലനിൽക്കുന്നത് കൊണ്ട് ഈ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വാസിയാവുകയാണോ യുക്തിവാദിയാവുകയാണോ ചെയ്യുന്നത്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ അയ്യപ്പൻ എന്ന് പറയുന്ന ദൈവത്തിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എഴുതിയിരിക്കുന്നത് അയ്യപ്പൻ എന്നുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യനെ കുറിച്ചാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ ചോദ്യം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് ഞാൻ വീണ്ടും ഈ എത്രത്തോളം യുക്തിവാദിയായി അല്ലെങ്കിൽ എത്രത്തോളം വിശ്വാസിയായി എന്നുള്ളതാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഞാൻ യുക്തിവാദി എന്നല്ല, എനിക്ക് ഈ വിശ്വാസി യുക്തിവാദി എന്ന് രണ്ട് സംഭവമാണ്. അപ്പോൾ ഈ തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് വീണ്ടും ഞാൻ അതിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. യുക്തിവാദം അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തൊരാൾ എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുകയാണ് ഞാൻ. കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ തിയോളജി, ദൈവശാസ്ത്രം അല്ലെങ്കിൽ ദൈവങ്ങളെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ച് കൂടുതൽ വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും എന്നിലെ ആ ഒരു അവിശ്വാസി എന്ന് പറയുന്ന ഒരാൾ അങ്ങനെ തന്നെ നില ഉറച്ചു നിൽക്കണം. അതായത് കൂടുതൽ പഠിക്കുന്തോറും വിശ്വാസിയല്ല ആവുന്നത്, കൂടുതൽ പഠിക്കുന്തോറും നമുക്കുള്ളിൽ യുക്തിവാദം കൂടുന്നു എന്നതാണ് ഒരു ആകത്തുക. ഇതില്ല എനിക്ക് വേറൊരു ചോദിക്കണം എന്ന് തോന്നിയൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിന്റെ ഒരു ചരിത്രം, കേരളത്തെ കുറിച്ച് പറയുമ്പോൾ 3 രാജവംശത്തെ കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഒന്ന് പാണ്ഡ്യ വംശം, ഒന്ന് ചോളവംശം, പിന്നെ ഒന്ന് ചേരവംശം. പക്ഷെ ഇപ്പൊ ഈ അടുത്തിറങ്ങുന്ന സിനിമയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ വിഷ്ണുവിന്റെ പുസ്തകത്തിലാണെങ്കിലും ഒന്നും പക്ഷെ കേരളം എന്നതെടുത്ത് നോക്കി, കേരളത്തിന്റെ ഒരു റീജിയൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ആ ഒരു ഏരിയയിൽ കുറച്ച് ശക്തരായിട്ടുണ്ടായിരുന്നത് ചേരവംശമായിരുന്നു. ഇപ്പം അങ്ങനെ ഉള്ളൊരു വംശത്തിനെ പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പ്രതിപാദിക്കുന്നതേ ഇല്ല. അത് പർപ്പസ്ഫുള്ളി ആണോ അതോ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അയ്യപ്പൻ്റെ കഥ നടക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു സംഭവം നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്ന കൺസെപ്റ്റ് അന്ന് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ഈ തമിഴകത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന കേരളം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശം.
ഇതിൽ ചേരവംശത്തിനെ ഒഴിവാക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ശരിയല്ല. കാര്യം ഇതിൽ ആയി രാജവംശത്തിൻ്റെ കഥ പറയുമ്പോൾ ആയി രാജവംശത്തിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് ചേരവംശക്കാരാണ്. അതായത് ഗോദരവിവർമ്മനെ കുറിച്ച് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ചേര രാജാവായിട്ടുള്ള ഗോദരവിവർമ്മനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയേണ്ട കഥ എന്ന് പറയുന്നത്, എൻ്റെ കഥ ഡിമാൻഡ് ചെയ്യുന്നത് ചോളന്മാരെയും പാണ്ഡ്യന്മാരെയാണ്. സോ അവരെക്കുറിച്ച് കൂടുതൽ ആണ് ഞാൻ ഇതിൽ പറയുന്നത്. കഥ ഡിമാൻഡ് ചെയ്യുന്നത് അവരെയാണ്. ഈ അയ്യപ്പൻ നമ്മളെ ഈ മിത്തോളജി നമ്മൾ കേട്ട അയ്യപ്പ ചരിത്രങ്ങളിലെല്ലാം ബാലകനായിട്ടുള്ള അയ്യപ്പനെ കാട്ടിൽ നിന്ന് കിട്ടുന്നത് പന്തളം രാജാവിനാണ്. പന്തളം രാജാവ് എന്ന് പറയുന്നത് പാണ്ഡ്യ രാജവംശത്തിൻ്റെ ഒരു തായ് വഴിയാണ്. ഈ ചോള ആക്രമണത്തിൻ്റെ ഭയന്ന് തമിഴകത്തിൽ നിന്ന്, മധുരയിൽ നിന്ന് ഓടി വന്ന, മീൻസ് പലായനം ചെയ്ത് വന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ഈ പന്തളം പൂഞ്ഞാർ രാജവംശം എന്ന് പറയുന്നത്. അവർ വന്ന് വേണാട് രാജാവിൽ നിന്ന് ഭൂമി കടം മേടിച്ച്, ലീസിന് മേടിച്ചു, ഇപ്പോൾ നമ്മൾ പറയില്ലേ, ലീസിന് മേടിച്ച് അവിടെ കൊട്ടാരമല്ല കോയിക്കൽ അവരെ കെട്ടിടം പണിത് അവിടെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഈ പന്തളം പൂഞ്ഞാർ രാജാക്കന്മാർ. അപ്പോൾ അവർ ഈ പാണ്ഡ്യ രാജവംശത്തിൻ്റെ തായ് വഴിയാണ്. സോ നമ്മുടെ കഥ അപ്പം കണക്റ്റ് ആവുന്നത് ഈ പറയുന്ന പോലെ പാണ്ഡ്യ രാജവംശം, അവിടെ മെയിൻ ശത്രുക്കളായിട്ടുള്ള ചോള രാജവംശം. പിന്നെ ഈ വരുന്ന സിനിമകളും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പൊന്നിയിൻ സെൽവനൊക്കെ സ്വാഭാവികമായിട്ടും ഈ തമിഴകത്തിൽ നടക്കുന്ന കഥയാണ്. അപ്പം അവിടെ ഈ ചേരവംശം എന്ന് പറയുന്നത് ഇതല്ല. പക്ഷേ എനിക്ക് ചേരവംശത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്, ഒരു രാജാവുണ്ട്. അദ്ദേഹം ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് മഹോദയപുരം കൊടുങ്ങല്ലൂരിൽ നിന്ന് യുദ്ധം ചെയ്ത് ഒരു വസ്തുവിന് വേണ്ടി, ഒരു നിസ്സാരമെന്ന് നമുക്ക് കരുതാവുന്ന ഒരു അമ്പലത്തിൽ സ്ഥാപിക്കാനുള്ള വിഗ്രഹം നിർമ്മിക്കാനുള്ള സാളഗ്രാമ കല്ലിന് വേണ്ടിയിട്ട് കേരളത്തിൽ നിന്ന് തുടങ്ങി അങ്ങറ്റം ഗംഗാതലം കഴിഞ്ഞ് ഹിമാലയം വരെയുള്ള നാട്ടുരാജാക്കന്മാരെ എല്ലാവരെയും തോൽപ്പിച്ച് അവിടുന്ന് കല്ലും എടുത്ത് തിരിച്ചു വന്ന് ഇവിടെ അമ്പലത്തിൽ വിഗ്രഹം സ്ഥാപിച്ച ഒരു ഭയങ്കരമായിട്ടുള്ള ഹീറോയിക് ക്യാരക്ടർ ഉണ്ട് ചേര രാജവംശത്തിൽ. എന്തെങ്കിലും എഴുതാൻ ഒരു ഇത് വരുമ്പോൾ അത് അദ്ദേഹത്തിനെ കുറിച്ച്, ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് എഴുതണമെന്ന്, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച്, ആ കാലഘട്ടത്തിലെ കേരളത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചരിത്രാഖായിക ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അത് എന്തെങ്കിലും എഴുതണം. നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ളൊരു ഐതിഹ്യമുണ്ട്, അയ്യപ്പനെ കുറിച്ചൊരു ഐതിഹ്യമുണ്ട്. വിഷ്ണുവിന്റെ റിസർച്ച് പ്രകാരം ആ ഒരു ഐതിഹ്യം സത്യമാവാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കഥ നടന്നിരിക്കാൻ എത്ര ശതമാനം ചാൻസ് ഉണ്ട്? ചാൻസ് വളരെ തുച്ഛമാണ്. ചാൻസ് ഇല്ലെന്ന് തന്നെ പറയാം. കാരണം അതൊരു ഐതിഹ്യമാണ്, മിത്താണ്. ഒരിക്കലും അതൊരു ഫാക്റ്റല്ല, ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമല്ല. പക്ഷേ അതെന്തുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് പറയാം. ഇതിൽ നമ്മൾ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന അയ്യപ്പ ചരിത്രത്തിലെ അയ്യപ്പൻ്റെ അച്ഛനും അമ്മയും ശിവനും വിഷ്ണുവാണ്. അപ്പോൾ ഈ നമ്മുടെ പാലാഴി മദന സമയത്താണ് ആര് വരുന്നത്? വിഷ്ണു മോഹിനി അവതാരം എടുക്കുന്നത്. ഓക്കെ, പാലാഴി മദനം എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് മന്ദര പർവ്വതത്തിനെ കടഞ്ഞിട്ടാണ്. ഈ മന്ദര പർവ്വതത്തിനെ താങ്ങി നിർത്തുന്നത് കൂർമാവതാരമാണ്. അപ്പോൾ വിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരം, മത്സ്യം കൂർമ്മം, രണ്ടാമത്തെ അവതാരത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. നമ്മൾ ഈ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കെല്ലാം ഓരോ കാലഘട്ടമുണ്ട്, ഓരോ യുഗങ്ങളുണ്ട്, കാലഘട്ടം. ആ കാലഘട്ടം കണക്കാക്കുക. രണ്ടാമത്തെ അവതാരമായിട്ടുള്ള കൂർമാവതാരം താങ്ങി നിർത്തുന്ന മന്ദര പർവ്വതത്തിനെ കടഞ്ഞാണ് അമൃത് എടുക്കുന്നത്. ആ അമൃത് അസുരന്മാർ തട്ടിക്കൊണ്ട് പോകുമ്പോൾ അസുരന്മാരിൽ നിന്ന് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ്റെ അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു അവതാരം എടുക്കുന്നതാണ് മോഹിനിയുടെ അവതാരം. ഈ മോഹിനി അവതാരം എടുത്തതിന് ശേഷം മോഹിനി പോയി അമൃത് തിരിച്ചെടുക്കുന്നു, ദേവന്മാർക്ക് കൊടുക്കുന്നു, അതൊരു കഥ. അപ്പോൾ ഈ മോഹിനി അവതാരത്തിനെ കണ്ട് ഭ്രമിച്ചിട്ടാണ് പരമശിവൻ മോഹിനിയിൽ അനുരക്തനാവുകയും അങ്ങനെ മോഹിനിയുടെ തുടയിൽ നിന്നാണ് അയ്യപ്പൻ എന്ന് പറയുന്ന കുഞ്ഞ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ വായിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അയ്യപ്പ ചരിത്രം പറയുന്നത്. ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്നത്, കാട്ടിൽ നിന്ന് കിട്ടുന്നത് ആർക്കാണ്? പന്തള രാജാവ് എവിടെ നിന്നാണ് വരുന്നത്? പാണ്ഡ്യ രാജാവ്, അല്ലെങ്കിൽ പാണ്ഡ്യ രാജവംശത്തിൻ്റെ കൈവഴി ചോളന്മാരെ ഭയന്ന്, വീണ്ടും ഞാൻ ആ ചരിത്രത്തിലൂടെ പോവുകയാണ്, ചോളന്മാരെ ഭയന്ന് കേരളത്തിലെത്തിയ പാണ്ഡ്യ രാജാവിനാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം നോക്കൂ, അതൊന്നും കണക്റ്റഡ് അല്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നതിന്റെ കാര്യമുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരശുരാമനാണോ വാമനനാണോ ആദ്യം. പക്ഷെ ഞാൻ ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ. ഭസ്മാസുരന്റെ കഥ അറിയാമോ? ഭസ്മാസുരനെ കൊല്ലാനായിട്ടും അവതരിച്ചത് ഈ മോഹിനി അവതാരം തന്നെയാണ്. അപ്പൊ ഈ ഭസ്മാസുരന്റെ ഒരു കാലഘട്ടവും ഈ ഇപ്പം പാലായി മദനവുമായി ബന്ധപ്പെട്ടാണ് രാഹു ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്, നല്ല ടൈം ലൈനിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ട് സ്ഥലത്ത് മോഹിനി വരുന്നുണ്ട്. നമുക്ക്
മാത്രമല്ല വേറൊരു സംഭവങ്ങളുണ്ട്. അതായത് നമ്മൾ പറയുമല്ലോ, അതായത് ഭൂമിയിലെ എത്രയോ വർഷങ്ങളാണ് ഒരു ബ്രഹ്മദിനം അങ്ങനെ പറയും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടൈം ലൈൻ നമുക്ക് അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് കൊണ്ടുവരാം. വേറൊരു കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ ഇൻഡസ്ട്രിയൽ നോക്കിക്കഴിഞ്ഞാല് ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മള് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി വെച്ച് നോക്കുകയാണ് എങ്കിൽ ചിലപ്പം മറ്റൊരു ഗ്രഹത്തിലെ ഒരു എന്താണ് ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും 100 വർഷങ്ങൾ. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതിലുള്ള പ്രശ്നം ഇതാണ്, നമ്മൾ ഒരിക്കലും ഭക്തിയിൽ യുക്തി നോക്കരുത്. ഭക്തി വേറെ, യുക്തി വേറെ. ഓക്കെ, വിശ്വാസം എന്ന് പറയുന്നത് അവിടെ യുക്തി ഇല്ലാത്തതല്ല ഞാൻ പറയുന്നത്. ബേസിക്കലി സയൻസിനാൽ പ്രൂവ് ചെയ്യാൻ പറ്റാത്തതാണ് വിശ്വാസം. കാരണം അതുകൊണ്ടാണ് അത് വിശ്വാസമായത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ദൈവം ഈ സയൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളെ യുക്തിയിലോട്ട് കൂട്ടിക്കുഴച്ച് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ ഭക്തി ഒരു ഇതിലൂടെ പോട്ടെ, യുക്തി ഒരു സ്ഥലൂടെ പോട്ടെ. ഓക്കെ, ഞാൻ കുറച്ചുകൂടെ പൊളിറ്റിക്കലായിട്ട് ചോദിച്ചോളെ. അതായത് ഇപ്പൊ ഇസ്രായേൽ ഗാസ യുദ്ധം നടക്കുന്ന സംഭവമാണ്. അപ്പം പണ്ട് ഇസ്രായേലിന്റെ ഒരു ഇതറിയാലോ, ജൂതന്മാരുടെ ഒരു പ്ലേറ്റ് അറിയാലോ. അപ്പൊ ജൂതന്മാര് ഇപ്പോഴായാൽ പോലും ആ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് അഭയാർത്ഥികളെ കയറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈജിപ്റ്റ് ബോർഡർ അടച്ചായിരുന്നു. ഇത് പണ്ടും സംഭവിച്ചിട്ടുണ്ട്. ജൂതന്മാരുടെ പ്ലേറ്റിന്റെ സമയത്ത് ഈജിപ്റ്റ് ബോർഡർ അടച്ചായിരുന്നു. അവരുടെ ഒരു മെന്റാലിറ്റിയും കുറച്ചുകൂടെ ഒരു ആര്യൻ മെന്റാലിറ്റിയാണ്. അവരുടെ ഒരു ദൈവബിംബങ്ങളായാലും അവരുടെ മറ്റ് ആരാധനാ രീതികളായാലും എല്ലാം കുറച്ചുകൂടെ ഒരു മോഡൽ ഒരു ആര്യൻ ചിന്താഗതിയാണ്. പാണ്ഡ്യന്മാർ ഇപ്പൊ ഞാൻ ചേര രാജവംശത്തിലേക്ക് തന്നെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവൻ വിനോദ് തോമസിന്റെ കരിക്കോട്ടക്കരിയാണെന്നും പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ഈ ചേര രാജവംശം ചാന്നാന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഈഴവ സമൂഹമായിരുന്നു അന്നത്തെ രാജാക്കന്മാരെന്ന് പറയുന്നുണ്ട്. അപ്പം ചേര രാജവംശം ആ രീതി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ അധകൃതമാണ്. അപ്പം അതുപോലെ തന്നെയാണ് പാണ്ഡ്യന്മാരും കറുത്ത വംശം. അപ്പോ ആര്യൻ മെന്റാലിറ്റി ഉള്ള ഈ പറയുന്ന ഫറോവമാരെ അല്ലെങ്കിൽ അഖിനാഥനെയും കുറച്ചുകൂടെ താണ ജാതിയിലുള്ള പാണ്ഡ്യന്മാരെയും ഒരേ ടൈം ലൈനിൽ ഒരേ കഥയിൽ കൊണ്ടുവന്നതിന്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ദുരുദ്ദേശമുണ്ട്? ഞാൻ ചോദിക്കാൻ ഒരു കാരണം കൂടെ. കാരണം ഇപ്പൊ അറിയാലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ വിഷ്ണുവിന്റെ തീർ പ്രകാരം മലയാളിമാരാണ് കൊണ്ടുവന്നത്. പക്ഷെ നമ്മള് അല്ലാതെ അയ്യപ്പനെ കുറിച്ച് പറയുമ്പോൾ കുറച്ചൊരു ഒരു ബ്രാഹ്മണിക്കൽ എലിമെന്റ് കയറ്റിയാണ് പറയുന്നത്. അപ്പം ഒരേ കഥയിൽ 2 വശമാണ്, ഒരു ബ്രാഹ്മണിക്കൽ എലിമെന്റും ഒരു മലയാളിമാരും. അപ്പം അങ്ങനെ ആ 2 പെർസ്പെക്റ്റീവും അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ പുസ്തകത്തിലായാലും അയ്യപ്പനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ അവിടെ തന്നെ പാണ്ഡ്യന്മാരും ഫറോവമാരും ഒരേ കാലത്തിൽ വന്ന് ഒരേ കാര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു. അതാണ് ശരിക്കും ഈ ഫറോവമാരെ കുറിച്ച് പറയാം. ഫറോവമാരെന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അതുമല്ല, സ്വർണ്ണ നിറത്തിലുള്ള രക്തമുള്ള ജീവിച്ചിരിക്കുന്ന ദൈവങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് അഖിനാഥൻ്റെ പ്രസക്തി. എൻ്റെ പുസ്തകത്തിൽ പറയുന്ന അഖിനാഥൻ എന്ന് പറയുന്ന ഒരു റബൽ ചിന്താഗതിയുള്ള ഒരാളാണ്. അതായത് അതുവരെയുള്ള എന്താണ് ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ ഒരു ആര്യൻ ചിന്താഗതി അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പർ ക്ലാസ് ചിന്താഗതിയുള്ള ഫറോവമാരെ നിന്നും മാറി ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ്. അവിടെ ഞാൻ ഫറോ എന്ന് പറയുന്നില്ല, ഒരു നേതാവായിട്ടാണ്, ജനങ്ങളുടെ നേതാവായിട്ട് 2000 വർഷം നീണ്ടു നിന്ന പൗരോഹിത്യത്തിനെയും മതവിശ്വാസത്തിനെയും എല്ലാം തച്ചുടച്ച് ജനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ദേവാലയങ്ങൾ തകർത്ത് അവിടെ വിദ്യാലയങ്ങൾ നിർമ്മിച്ച് എല്ലാ വിഭാഗക്കാർക്കും വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്ത ഒരു നേതാവാണ് അഖിനാഥൻ എന്ന് പറയുന്നത്. വിപ്ലവകാരൻ തീർച്ചയായിട്ടും. അഖിനാഥനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കൂടെ ചേർത്ത് പറയുന്ന ആളാണ് നെഫ്രിത്തിത്തി. അഖിനാഥൻ്റെ വൈഫായിട്ട് പറയുന്നത് നൈലിൻ്റെ പുത്രി എന്ന് ചരിത്രം രേഖപ്പെടുത്തൽ നെഫ്രിത്തിത്തി എന്ന് പറയുന്ന ഒരു വനിത. അതേസമയം അയ്യപ്പനിലോട്ട് വരുമ്പോൾ എൻ്റെ അയ്യപ്പൻ മണികണ്ഠനാണ്. കണ്ഠത്തിൽ മണി ധരിച്ചവൻ. അതായത് നമ്മളെ അയ്യപ്പ ചരിത്രത്തിൽ കാട്ടിൽ നിന്ന് കുഞ്ഞിനെ കിട്ടുമ്പോൾ കഴുത്തിലൊരു മണിയുണ്ട് എന്നാണ് കഥയിൽ പറയുന്നത്. അപ്പോൾ കണ്ഠത്തിൽ മണി ധരിച്ചവൻ മണികണ്ഠൻ എന്നാണ് നമ്മൾ അയ്യപ്പ ചരിത്രത്തിൽ കേട്ടിട്ടുള്ളത്. പക്ഷേ എൻ്റെ കഥയിൽ വരുന്ന മണികണ്ഠനാണ്, കുറച്ച് ദ്രവീഡിയനാണ്. കണ്ഠൻ, അതായത് കണ്ഠൻ്റെ മകൻ, കണ്ഠൻ്റെയും കറുത്തമ്മയുടെയും മകനായിട്ടുള്ള കൊച്ചുകണ്ഠൻ, മണികണ്ഠൻ. നമ്മൾ അതൊരു എൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് മണികണ്ഠൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്ക് വായിച്ചിട്ട് പലരും പറഞ്ഞത് അക്ഷരത്തെറ്റ്, ഇണ്ടയല്ലേ വരേണ്ടത്, നായും ഡായും ചേർന്നിട്ടുള്ളതല്ലേ, അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് കാട്ടുവാസിയായിട്ടുള്ള അല്ലെങ്കിൽ മലയരയ വിഭാഗത്തിലെ നേതാവായിട്ടുള്ള കണ്ഠൻ്റെയും കറുത്തമ്മയുടെയും മകനായിട്ടുള്ള നമ്മളെ ഈ നെയ്മർ ജൂനിയർ എന്നൊക്കെ പറയുന്ന പോലെ കൊച്ചുകണ്ഠൻ, മണികണ്ഠൻ. അതാണ് എൻ്റെ അയ്യപ്പൻ എന്ന് പറയുന്നത്. ഞാൻ പറയുന്ന ശബരിമലയിലെ അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു ടെറൈനിലുള്ള ആൾക്കാർ ഈ പറയുന്ന ദ്രവീഡിയൻസ് ആണ്. അതായത് ഒരു ബ്രാഹ്മണിക്കൽ പരിപാടിയൊന്നുമില്ല അവിടെ വരുന്നത്. അവരുടെ ആയിട്ടുള്ള ഒരു ദൈവത്തറ, മലയാള വിഭാഗ ജനതയുടെ ഒരു ദൈവത്തറ, അവർ വിശ്വസിക്കുന്ന ഒരു മൂർത്തി ശാസ്തപ്പൻ എന്ന് പറയുന്ന ഒരു
അതൊക്കെ ക്രിയേറ്റ് ചെയ്താണ്. അത് ശരിക്കും ഉള്ളതാണ്. അത് ഉള്ളതാണ്, അത് അവരുടെ വിശ്വാസം. പിന്നെ ശരിക്കും ഒരു 1905 ആ കാലഘട്ടത്തിലാണ്, 1900 കാലഘട്ടത്തിലാണ് ശബരിമല ശരിക്കും ഈ ഇപ്പോഴത്തെ തന്ത്രി കുടുംബത്തിലേക്കൊക്കെ കയ്യിലേക്ക് വരുന്നത്. അതിനു മുൻപ് അവിടുത്തെ പൂജാ കർമ്മങ്ങളും പൂജാ രീതികളും എല്ലാം മലയരയരുടെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ശബരിമലയിൽ ശരണം വിളിക്കുന്നതിൽ നെയ്യഭിഷേക പ്രിയനെ, പാലഭിഷേക പ്രിയനെ, തേനഭിഷേക പ്രിയനെ എന്ന് പറയും. ഈ തേനഭിഷേകം എന്ന് പറയുന്നത് മലയര വിഭാഗം അവരുടേതായിട്ടുള്ള ഒരു പൂജാ രീതിയാണ്. പഞ്ചലങ്കാര പൂജ അതെല്ലാം അവരുടേതാണ്. അപ്പോൾ ഒരു കാലത്ത് അവരുടേതായിരുന്നു ഈ തേനാഭിഷേകം. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലം വരെ ശബരിമലയിൽ ഉണ്ടായിരുന്നു. അടുത്ത കാലത്താണ് അത് മാറ്റിയത്. സോ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാവുകളെല്ലാം കയ്യേറി ക്ഷേത്രങ്ങളും നമ്മളെ ചുറ്റും നടക്കുന്ന, നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, നമ്മളെ ചുറ്റും നടക്കുന്ന. നമ്മൾ ഒരു കാലത്ത് നമ്മളൊരു ആലിൻ്റെ മൂട്ടിൽ ഒരു മൂർത്തിയെ മാടനോ മറുതയോ അങ്ങനെയുള്ള ശരിക്കും ചുറ്റമ്പലത്തിൻ്റെ പുറത്ത് പൂജിക്കുന്ന കറുത്ത ദൈവങ്ങളെ ആരാധിച്ചിരുന്ന അവിടെ കുറച്ച് ആൾക്കാർ കൂടുന്നു അല്ലെങ്കിൽ അവിടുത്തെ വിശ്വാസങ്ങൾക്ക് പ്രാധാന്യമേറുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഉടനെ ഒരു ദൈവപ്രശ്നം വരും, അവിടെ ഒരു അമ്പലം വരും, ബാക്കി കാര്യങ്ങളെല്ലാം. അതായത് ഇടയ്ക്ക് വെച്ച് ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ടുള്ള സംഭവം ആര്യൻ അധിനിവേശം നടന്നിട്ടില്ല എന്നൊരു ഡിബേറ്റ്. അപ്പം അന്ന് ഒരു ആര്യൻ അധിനിവേശം നടന്നുവെന്നും ഇന്ന് വേറെ എന്തൊക്കെയോ അധിനിവേശം ചെയ്യുന്നുവെന്നും വിഷ്ണു വിശ്വസിക്കും. കടന്നുകയറ്റമാണ് അത്. എപ്പോഴും എല്ലാ കാലത്തും ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ എല്ലാ കാലത്തും എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഗാസയുടെയും ഈജിപ്തിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു, അത് ഒരു മേജർ കമ്മ്യൂണിറ്റി എപ്പോഴും ഒരു മൈനർ കമ്മ്യൂണിറ്റി എപ്പോഴും അടിച്ചമർത്തി വെക്കാനേ നോക്കുകയുള്ളൂ. അത് പല കാരണങ്ങളുണ്ടായി. പണ്ട് കാലത്ത് ഈ പറയുന്ന പോലെ ഈ സ്വർണത്തിനും അല്ലെങ്കിൽ കന്നുകാലികൾക്കും ഭൂമിക്കും വേണ്ടിയിട്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് അത് മറ്റു പലതിനും ആണെന്നേ ഉള്ളൂ. പക്ഷെ എപ്പോഴും അധിനിവേശം എല്ലായിടത്തും എല്ലാ കാലത്തും മനുഷ്യരുള്ള ഇടങ്ങളിലെല്ലാം നടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചിരുന്നതിൽ ഇനിയും ഇത് ചോദിക്കണമെന്ന് എൻ്റെ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം ഞാൻ ചോദിക്കാം. വിഷ്ണുവിന് ഇപ്പം ഇത്രയും ഏജായി, കുറച്ചൊരു പക്വതയൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു യുക്തിവാദം എന്ന് പറഞ്ഞൊരു സാധനം മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടാവും. കുട്ടിക്കാലത്തുള്ള ഒരു ജനനിക്ക് ഇതുവരെ ദൈവികമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് വിഷ്ണു കുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവിടെയും അതും ഡിബേറ്റബിളാണ്. ദൈവികമായിട്ടുള്ള ഇടപെടലാണോ എന്താണെന്ന് അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഞാൻ ഇപ്പോൾ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. മീൻസ് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചു തുടങ്ങിയത് 5 വയസ്സ് കഴിഞ്ഞിട്ടാണ് സംസാരിച്ചു തുടങ്ങിയത്. ഏകദേശം ഒരു 10-12 വയസ്സ് വരെ വിക്കുണ്ടായിരുന്നു. വിക്കെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു കാര്യങ്ങളും നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല, ആ രീതിക്കുള്ള ഒരു ആളായിരുന്നു. അപ്പോൾ ഈ വീട്ടിൽ അമ്മയൊക്കെ പറയുന്നതാണ്, ഞാൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഒരു അയ്യപ്പക്കെട്ടുണ്ടെന്നാണ്. അതായത് വീട്ടിൽ അച്ഛനും എല്ലാവരും പോകുന്ന ഒരു അയ്യപ്പക്കെട്ടിൻ്റെ അന്ന് ശരണം വിളിച്ചുകൊണ്ടാണ് സംസാരിച്ചതെന്നാണ് പറയുന്നത്. അത് അവരുടെ വിശ്വാസമാണ്, അത് അവർ പറയുന്നതാണ്. ഒരുപക്ഷെ എനിക്കിങ്ങനെ വിശ്വസിക്കാം, അതായത് ആ വിഷ്ണുവിനെ ഇപ്പം പ്രശസ്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതും അയ്യപ്പൻ തന്നെയാണ്. അത് വിഷ്ണുവിൻ്റെ വിശ്വാസം. ഞാൻ അങ്ങനെ ഒരു വെളിയിൽ നിന്ന് വരുന്ന ഒരു പുസ്തകത്തിൽ കാന്തമല ചരിതം 3-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. അതിൽ അറിയാലോ, ജീവൻ്റെ കല്ല് കിട്ടുന്ന ആള് പവർഫുൾ സുപ്രീമാണ്, അറിയാലോ. അപ്പോൾ ഇതിൽ ഫൈനൽ വാറുണ്ട്. ഉദയനൻ ചിന്നത്തായി, ഉദയനൻ എന്ന് പറയുന്ന മറവപ്പടയുടെ തലവനെതിരെ അയ്യപ്പൻ ഈ കളരികൾ സ്ഥാപിച്ച് വലിയൊരു സൈന്യമുണ്ടാക്കി, മലയാള സൈന്യമുണ്ടാക്കി യുദ്ധത്തിന് പോവുകയാണ്, ശബരിമല കാടുകളിലേക്ക് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുമ്പോൾ അയ്യപ്പൻ്റെ സുഹൃത്തായിട്ടുള്ള കൊച്ചു കടുത്ത ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ ജീവൻ്റെ കല്ലുണ്ട്, അയ്യനാർ മണിയുണ്ട്, നിൻ്റെ കയ്യിൽ അയ്യനാർ മണിയുണ്ട്, നിനക്ക് ഒരു നിമിഷം നേരം കൊണ്ട് തന്നെ ഈ വലിയ ഉദയനൻ്റെ വലിയ മറവപ്പടയെല്ലാം നശിപ്പിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ട് എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് വർഷങ്ങൾ നീണ്ട് ഈ ഒരു പട ഉണ്ടാക്കി നീ എന്തിനാണ് യുദ്ധം ചെയ്തതെന്ന് കൊച്ചുകടുത്ത ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ മണികണ്ഠൻ ഒരു ഉത്തരം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, എനിക്കിത് ഒറ്റ നിമിഷം കൊണ്ട് ഈ യുദ്ധത്തിന് തീർക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉദയനം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഇരയല്ല, എനിക്ക് തീർക്കാൻ പറ്റും. പക്ഷേ ഞാൻ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ, നാളെ ഒരു സമയത്ത് ഇതുപോലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ, നമ്മുടെ സമൂഹം ആകാശത്തിൽ നിന്ന് പറന്നിറങ്ങുന്ന ഒരു ദേവതയോ ഭൂമി പിളർന്നു വരുന്ന ഒരു അവതാര പുരുഷനെയോ കാത്തിരിക്കും. അങ്ങനെ ആവാൻ പാടില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങൾ തന്നെ സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ജനങ്ങൾ തന്നെ അതിൻ്റെ പരിഹാരം കാണണമെന്ന് അയ്യപ്പൻ മണികണ്ഠൻ പറയുന്നുണ്ട്. ഞാനും അതാണ് പറയുന്നത്. നമുക്കുണ്ടാകുന്ന ഈ ഭയത്തിൽ നിന്നാണ് വിശ്വാസങ്ങളെല്ലാം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. ഭയത്തിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് നല്ലോണം പഠിച്ചില്ല, ദൈവമേ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടണേ. അപ്പോൾ ആ ഭയത്തെ നമ്മൾ തന്നെ മറികടക്കുക എന്നുള്ളതാണ് അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത്.
അതിന് ചിലപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു മീഡിയം, ഓക്കെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാനത് മറികടക്കുന്നു എന്ന് കരുതി നമ്മൾ ചെയ്യും. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ ആകാശത്ത് നിന്ന് വരുന്ന ഒരു ദൈവത്തിനെ, അല്ലെങ്കിൽ ഭൂമി വളർന്നു വരുന്ന ഒരു ദൈവത്തിനെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനെ വിശ്വസിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് തന്നെ അത് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദൈവം ചെയ്ത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ആളിനെ കാത്തു നിൽക്കാതെ നമ്മൾ തന്നെ അങ്ങ് സോൾവ് ചെയ്യുക. ഇപ്പം വിഷ്ണു അറിയാലോ, ഒരുപാട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യപ്പൻ. ആ അയ്യപ്പനെ കുറിച്ച് ഇപ്പൊ വിഷ്ണു ഇപ്പൊ ഇത്രയും പെർസ്പെക്റ്റീവ് പറഞ്ഞു, ഇതൊരു വലിയ പെർസ്പെക്റ്റീവ് വിഷ്ണുവിന്റെ പുസ്തകത്തിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തങ്ങൾ ആരാധിക്കുന്ന പറയട്ടെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ദൈവത്തിന്റെ പേരിലും മതത്തിന്റെ പേരിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ എന്തെങ്കിലും ഭീഷണികളോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസേൺസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും ഒന്നാം അധ്യായം ഇറങ്ങുന്നത് ഈ സുപ്രീം കോടതി ഒരു വിധി ഉണ്ടായിരുന്നു, യുവതി പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട വിധിയും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ മാറ്റിയ ഒരു ആ ഒരു സമയത്താണ് ഒന്നാം അധ്യായം ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ വായിച്ചിട്ട് അയ്യപ്പൻ ഒരു ആദിവാസിയാണ്, അയ്യപ്പൻ ഈ പറയുന്ന പോലെ പന്തളം രാജകുമാരനല്ല, ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അവതാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു അവതാര പിറവിയല്ല, സാധാ ഒരു മനുഷ്യനും അങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളതൊക്കെയാണ് പുസ്തകത്തിൽ പറയുന്നത്. അതെല്ലാം വായിച്ചിട്ട് ആ സമയത്ത് തുടക്കകാലത്ത് ഒരുപാട് ഭീഷണികൾ, കഷ്ടകാലത്തിന് പുസ്തകത്തിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോൺ കോളുകളായിട്ടും വാട്സപ്പ് മെസ്സേജുകളായിട്ടും ഈവൻ മെസ്സഞ്ചറിലൂടെയൊക്കെ ഒരുപാട് ഭീഷണികൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പോകെ എന്താണ് ഇതൊക്കെ ആദ്യത്തെ എനിക്ക് തോന്നുന്നു ആദ്യത്തെ 6 മാസത്തിലുണ്ടായ സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് പോകെ ഈ പറയുന്ന പോലെ ഭീഷണികളും തെറിവിളികളൊക്കെ കുറഞ്ഞിട്ട് ആൾക്കാർ നല്ല രസമുണ്ട്. മീൻസ് വിശ്വാസികൾ കൂടുതൽ കടുത്ത വിശ്വാസികൾ ഇത് പറയുമ്പോൾ തന്നെയും പന്തളം രാജവംശത്തിലുള്ള ഇപ്പോഴത്തെ തായ് വഴികൾ ഇപ്പോഴത്തെ ആൾക്കാരിൽ പലരും വായിച്ചിട്ടുണ്ട്. അതിൽ ഉള്ള 1-2 പേര് നേരിട്ടും അല്ലാതെയും അഭിനന്ദനങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിശ്വാസികളുടെ കാര്യം പറയുമ്പോൾ ശബരിമലയിൽ തന്നെ ഉള്ള അവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കടുത്ത വിശ്വാസികൾ. അപ്പോൾ അവരെല്ലാം അതിൽ 1-2 പേര് വായിച്ചിട്ടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വിഷ്ണുവിന്റെ ജോലി ഒരു ഫയർമാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ എഴുത്തിന്റെയും ധൈര്യത്തിന്റെയും കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് ചോദ്യങ്ങളില്ല. എന്നാലും ഈ ഭീഷണികൾ എങ്ങനെയാണ് നേരിട്ട്? ആദ്യം ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു പുസ്തകം എഴുതുന്നതും പ്രസിദ്ധീകരിക്കപ്പെടുന്നതും പിന്നെ അതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം എനിക്ക് ഒരു പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പോൾ തുടക്കത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്കും ഞാൻ പബ്ലിഷർ അജിത്തേട്ടൻ ലോഗോസിൻ്റെ, അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് സ്വാഭാവികമാണ്. ഒരു സംഭവം എന്തൊരു സംഭവം നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും അതിന് 2-3 തലങ്ങളുണ്ടാകും. ഇത് ആദ്യത്തെ ഒരു പ്രശ്നമായിരിക്കും, അത് കഴിഞ്ഞാൽ മാറിക്കോളും. കാരണം പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അദ്ദേഹം ഫുൾ കോൺഫിഡൻ്റ് ആയിരുന്നു, കുഴപ്പമില്ല ഇത് ഓവർകം ചെയ്യും, അത് കടന്നു പോവും എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും വെയിറ്റ് ചെയ്ത് വെറുതെ ആയില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ഒരു പ്രശ്നങ്ങളൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശരിക്കും ഇനി 3-ാം പാർട്ട് ഇപ്പോൾ വന്നു, ഇനിയാണെന്ന് തോന്നുന്നു എൻ്റെ ഇനിയും ഒരു വായനയും കൂടെ ഉണ്ടാവും എന്ന് തോന്നുന്നു. 3 കൂടെ ഒരുമിച്ച് വായിക്കുന്നവർ അങ്ങനെയുള്ള ഉണ്ടല്ലോ. ഇപ്പോൾ അയ്യപ്പന്റെ അധ്യായം ഇവിടെ കഴിയുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് എന്താണ്? അല്ല, അങ്ങനെയില്ല. ഇത് ശരിക്കും 3-ാം അധ്യായം വായിച്ചവർക്ക് മനസ്സിലാവും ഇതൊരു അവസാനമല്ല, ഇതിനൊരു തുടർച്ച. മീൻസ് കാന്തമല ചരിതം എന്ന് പറയുന്ന പ്രദേശത്തിനെ ചുറ്റിപ്പറ്റി ഉള്ള കഥയാണ് കാന്തമല ചരിതം. അത് അവസാനിക്കുകയാണ്, 3 പുസ്തകത്തിലൂടെ അവസാനിക്കുകയാണ്. പക്ഷേ അത് അവസാനിക്കുമ്പോഴും ഇത് മറ്റൊരു കഥാപ്രപഞ്ചത്തിലോട്ട്, വേറൊരു യൂണിവേഴ്സിലോട്ട് ഇത് കയറുന്നു. കുറച്ചും കൂടെ വലിയ, കുറച്ചും കൂടി ഇപ്പോൾ നമ്മൾ ഭൂമിയുടെ കഥയാണ് പറയുന്നതെങ്കിൽ ഭൂമിക്ക് പുറത്തുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിലോട്ട്, വലിയൊരു കോൺസ്പിറസി തിയറിയിലോട്ട്, ഒരു കൂട്ടം കഥാപാത്രങ്ങളിലോട്ട് കാന്തമല ചരിതത്തിൻ്റെ ഒരു കഥാപ്രപഞ്ചം നീളുന്നുണ്ട്. ചിലപ്പോൾ അതിൽ എപ്പോഴെങ്കിലും ബാക്കി എഴുതണമെന്നുണ്ട്. പിന്നെ ഇതിലെ ഓരോ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, ഒരുപാട് കഥകളുള്ള കഥാപാത്രങ്ങളുണ്ട്. അപ്പം അവരെയൊക്കെ ഭാവിയിൽ എക്സ്പ്ലോർ ചെയ്യണമെന്നും സ്പിൻ ഓഫ് മാതിരി ചെയ്യണമെന്നും ഉണ്ട്. മനുഷ്യൻ ഒരു അന്യഗ്രഹ ജീവിയാണ് എന്ന ഒരു കോൺസ്പിറസി തിയറികളുണ്ട്. ആ തിയറികളൊന്ന് പ്രതികരിക്കാം. ശരിക്കും കാന്തമല ചരിതം എഴുതുമ്പോൾ ഇത് ഏതൊരു ജോണറാണെന്ന് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് ജോണറെ കൊണ്ട് കെട്ടാം? ഇതൊരു അഡ്വഞ്ചർ ത്രില്ലറാണോ, ഒരു സൈഫൈ ആണോ, ഒരു മിത്തോളജിക്കൽ ത്രില്ലറാണോ, ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണോ എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരത്തെല്ലാം പറയുന്നത് ഇതൊരു സൈഫൈ ഗണത്തിൽ വരുന്ന ഒരു പുസ്തകമാണെന്നാണ്. കാരണം ഇപ്പോൾ വിഷ്ണു ചോദിച്ച റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഈ ഏലിയൻ ഒരു കോൺസ്പിറസി തിയറി. ശരിക്കും ആ ഒരു കോൺസ്പിറസി തിയറിയിൽ ഊന്നിക്കൊണ്ടാണ് ഇതിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് തന്നെ. ഇതിൻ്റെ ഒരു ലെയർ പറയുന്നത് ശരിക്കും ഒരു ഏലിയൻ തിയറി തന്നെയാണ്.
ഇപ്പോൾ മനുഷ്യൻ ഒരു ഏലിയൻ ആണോ എന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം ഞാൻ ഈ പുസ്തകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നതും അങ്ങനെ ഒരു സംഭവമാണ്. ഇതിലൊരു ഏലിയൻ ലെയറുണ്ട്, ജീവൻ്റെ കല്ല് എന്ന് പറയുന്ന. ഈ ജീവൻ്റെ കല്ലിന് വേണ്ടിയിട്ടാണ് അയ്യപ്പനും അഖിനാഥനും ഈ പറയുന്ന ആൾക്കാരെല്ലാവരും ഒരു കോൺഫ്ലിക്റ്റിലോട്ട് പോകുന്നത്, ഒരു യുദ്ധത്തിലോട്ട് പോകുന്നത്. ഇതെല്ലാം ജീവൻ്റെ കല്ലിനെ ബേസ് ചെയ്താണ്. ജീവൻ്റെ കല്ല് എന്ന് പറയുന്നത് ഭൂമിയിലുള്ളതല്ല, പുറത്തുനിന്ന് വന്ന ഒരു ആർട്ടിഫാക്റ്റാണ്, ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് എവിടെ, ആര് കൊണ്ടുവന്നു, എങ്ങനെ കൊണ്ടുവന്നു, എന്തിനു കൊണ്ടുവന്നു എന്നുള്ള ചോദ്യമാണ് കാന്തമല ചരിതം 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനൊരു ഹയറായിട്ടുള്ള ഒരു ടീം അല്ലെങ്കിൽ ഹയറായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി നമ്മളെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ലക്ഷ്യം മറ്റൊന്നാണ്. അതിന് വേണ്ടിയിട്ട് അവരിവിടെ കൊണ്ട് പ്ലാൻ ചെയ്തതാണ് ഈ സംഭവങ്ങളെല്ലാം എന്നുള്ളൊരു പോയിന്റിലാണ് ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ മനുഷ്യൻ ഏലിയൻ ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം മനുഷ്യൻ ഒരു ഏലിയൻ ആണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഭാവിയിൽ നടക്കാവുന്ന ഒരു ഈവൻറ്റ്, ഒരു പ്രശ്നം, ഒരു പ്രശ്നത്തിനെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ട് ഭാവിയിൽ നിന്ന് പാസ്റ്റിലോട്ട് ഒരു മെറ്റീരിയലിനെ അവർ ഫ്യൂച്ചർ ഹ്യൂമൻസ് അയക്കുന്നുണ്ട്. അതെ, അതാണ് ജീവൻ്റെ കല്ല്. അപ്പോൾ ഈ ജീവൻ്റെ കല്ലിനെ സംരക്ഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ട്, ഒരു വിഭാഗം ജനങ്ങളുണ്ട്. അത് ഈജിപ്തിലായാലും ഇന്ത്യയിലായാലും. എന്തിനാണെന്ന് വെച്ചാൽ എന്തായാലും ഫ്യൂച്ചറിൽ ഒരു പോരാട്ടം, ഒരു യുദ്ധം നടക്കും. ഒരു ആവശ്യത്തിന്, ഒരു പർട്ടിക്കുലർ ഒരു ആവശ്യത്തിന് ഒരു സംഭവം നടക്കും. ആ യുദ്ധം ഈ നായകൻ അല്ലെങ്കിൽ നെഗറ്റീവ് ശക്തി ജയിക്കാതെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ ജയിക്കാൻ വേണ്ടിയിട്ട് ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. അപ്പം ഇതെല്ലാം ഒരു ടൈം ലൈൻ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഈ ഏലിയൻ കോൺസ്പിറസി തിയറിയുടെ ഒരു ഭാഗമാണ്. ഈ ഏലിയൻസിൻ്റെ ഒരു കടന്നുകയറ്റത്തിൻ്റെ കാരണമായിട്ടുണ്ടാകാവുന്ന മനുഷ്യരും അവരും തമ്മിലുള്ള ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗ്ഗം മാത്രമാണ് ഈ ജീവൻ്റെ കല്ലെന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം, ഞാൻ ആ ഏലിയൻ കൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ട്. മനുഷ്യനൊരു ഏലിയൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെന്ന് തന്നെയാണ്. കാരണം മനുഷ്യന് വേണ്ടിയിട്ട് ഉള്ള നിർമ്മിച്ച ഒരു ഗ്രഹമല്ല ഭൂമി. ഭൂമിക്ക് ആവശ്യമില്ല മനുഷ്യനെ. ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് അനാവശ്യമായിട്ടുള്ള ഒരു ജീവജാലമാണ് മനുഷ്യൻ. അപ്പം എന്തിന് മനുഷ്യൻ ഇവിടെ വന്നു എന്നുള്ളത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആണ്. അത് ഭാവിയിൽ എനിക്ക് എഴുതണം, ഡിബേറ്റബിളാണ്, ഭാവിയിൽ എഴുതണമെന്നുണ്ട്. ഭൂമിക്ക് ആവശ്യമുള്ളൊരു ജീവവർഗമല്ല. വിഷ്ണു, എനിക്ക് തോന്നുന്നു നമ്മൾ ഇനി ഇരിക്കേണ്ടി വരും. നമ്മൾ ഇനിയും ഇതെങ്ങനെയാണ് ആൾക്കാർ ഏറ്റെടുക്കുന്നത് നോക്കട്ടെ. ഒരു പക്ഷേ നമ്മൾ ഇനിയും ഇരിക്കേണ്ടി വരും. തീർച്ചയായിട്ടും. ഇപ്പം വിഷ്ണുവിൻ്റെ അടുത്ത പുസ്തകങ്ങളിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഡിയോ ബുക്ക് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ചൂട് പിടിച്ച് നമ്മൾ ഇനി ഇരിക്കേണ്ടി വരും. വന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. അപ്പം വിഷ്ണുവിൻ്റെ 3 പുസ്തകങ്ങളാണ് കാന്തമല ചരിതം, ആലോലക്കാരൻ്റെ രഹസ്യം, യുദ്ധകാന്ഡം. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് വായിക്കുക. വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുക.